പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കിളിവാതിൽ പോലെയുണ്ട്, അതിമനോഹരമായിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് തിരുവണ്ണാമലേശ്വരം തിരുവണ്ണാമലേശ്വരം രാജഗോപുരം ഈസ്റ്റ് നടയുടെ ഫ്രണ്ടിലാണ്. ക്ഷേത്രത്തിൽ കയറാനായിട്ട് പോവുകയാണ്. അതിനുശേഷം ഗിരിവലം വെക്കുന്നുണ്ട്. ഏതാണ്ട് 14 കിലോമീറ്ററോളം ഉണ്ട് ഗിരിവലം വയ്ക്കുവാനായിട്ട്. എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭഗവാനോട്. കേരളത്തിലുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുമാറാകട്ടെ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവിധ ഐശ്വര്യങ്ങളും ഭഗവാൻ വാരിക്കോരി തരുമാറാകട്ടെ. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ഭഗവാനെ ദർശിക്കാൻ പോവുകയാണ്. ശേഷം ഗിരിവലം ആരംഭിക്കുകയും ചെയ്യുന്നു. ഓം നമഃശിവായ, ഓം അണ്ണാമലേശ്വരായ നമ. ഈ ഗോപുരം കണ്ടോ, എന്ത് മനോഹരമാണ്. തിരുവണ്ണാമലേശ്വരം ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എത്രയോ വർഷങ്ങൾക്ക് പഴക്കം മുമ്പ് ചോള രാജാക്കന്മാരുടെ കാലത്ത് സൃഷ്ടിക്കപ്പെട്ട മഹാക്ഷേത്രമാണ്. ഭഗവാനെ കാണുവാനൊക്കെ ഭഗവാന് അവസരം തരുന്നതിൽ എത്ര കോടി പുണ്യം ഭഗവാനോട് പറഞ്ഞാലും അത് മതിയാവില്ല. ഇത് ഭഗവാന്റെ കുളമാണ്. എല്ലാവർക്കും തിരുവണ്ണാമലേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ജന്മാന്തര പാപങ്ങളൊക്കെയും എല്ലാവരിൽ നിന്നും മാറുമാറാകട്ടെ. എല്ലാവർക്കും പൂർവജന്മ ദുരിതങ്ങളും സന്തതി പരമ്പരകളിൽ നിന്നുള്ള സകല ദുരിതദോഷങ്ങളും ഒക്കെയും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാറുമാറാകട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. നമ്മൾ ഗോപുരത്തിൽ നിന്നും ഭഗവാന്റെ മതിൽക്കകത്തേക്ക് പ്രവേശിക്കുകയാണ്. കോടി പുണ്യം, കോടി പുണ്യം. ഇന്ന് പ്രദോഷമായിക്കൊണ്ട് എല്ലാം ഭഗവാൻ നിശ്ചയിച്ചതുപോലെ തന്നെയാണ്. ഭഗവാൻ വിളിച്ചതുപോലെയാണെല്ലാം. ഇന്നത്തെ പ്രദോഷ ദിവസം ഭഗവാനെ ദർശിക്കാൻ ഭാഗ്യമുണ്ടാകുക
മഹാഭാഗ്യമായി തന്നെയാണ് കാണുന്നത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഭഗവാന്റെ മതിൽക്കകത്തേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. ഒരുപാട് ഭക്തജനങ്ങളുണ്ട്, ഒരുപാട് ഭക്തജനങ്ങൾ, പുണ്യാത്മാക്കൾ ഒരുപാട് പേരുണ്ട്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹം വാരിക്കോരി കൊടുക്കുമാറാവട്ടെ. എല്ലാവർക്കും നല്ലത് വരുമാറട്ടെ. ഇവിടെ കയറുന്ന വഴിക്കൊരു പ്രതിഷ്ഠയുണ്ട്, ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠയാണ്. അവിടെ ആളുകൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ഭഗവാന് നാളികേരമൊക്കെ ഉടച്ച് ഒക്കെ പൂജകളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠയാണ്. ഒരു ഉപാസകയായ അമ്മ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. മഹാ ഉപാസകയാണ്. ഓ, എന്തൊരു ചൈതന്യമാണ്. ഓം തിരുവണ്ണാമലേശ്വരായ നമഃ. ഓം നമഃശിവായ. സർവ ജന്മജന്മാർജിത പാപവിധ്വംസകായ നമഃ. ക്ഷേത്രത്തിൻ്റെ കൊത്തുപണികളൊക്കെ ഉണ്ട്. എന്ത് മനോഹരമാണ്. എത്രയോ ചരിത്രങ്ങൾക്ക് മുമ്പ് ആ പണിത സമയത്തൊക്കെ കല്ലിൽ കൊത്തിവച്ചിരിക്കുന്ന ലിപികളാണ്. ഇതൊക്കെ തമിഴൊക്കെ ആവാം. ഇവിടെയൊക്കെയും കല്ലിൽ കൊത്തിവച്ചിരിക്കുകയാണ്. ഇതിന് ചുറ്റും ഉണ്ടാവും. വളരെ വലിയ ക്യൂ ആണ്. ഭഗവാനെ എപ്പോഴാണോ കാണാനായിട്ട് ഭാഗ്യം ഉണ്ടാവുക. Om Namah
ഇതാണ് ക്ഷേത്രത്തിൻ്റെ തിരുക്കോവിൽ മണ്ഡപം. തിരുക്കയ്യാ മണ്ഡപം. ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥലവൃക്ഷമാണ് മഹിള മരം എന്നാണ് പറയുന്നത്. ഓരോ ക്ഷേത്രത്തിനും ആ സ്ഥലത്തിനൊരു മരമുണ്ട്. അതാണ് തിരുവണ്ണാമലേശ്വരം ക്ഷേത്രത്തിൻ്റെ സ്ഥലവൃക്ഷമാണത് ഈ കാണുന്നത്. തിരുവണ്ണാമലേശ്വരം ക്ഷേത്രത്തിലെ മഹിള മരമാണിത്. ഈ ക്ഷേത്രത്തിൻ്റെ മരമാണ്, സ്ഥലവൃക്ഷമെന്ന് പറയും. ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥലവൃക്ഷമാണ് ഇത് ഈ കാണുന്നത്. ഇതൊക്കെ കാണാനും അറിയാനും ഒക്കെ പറ്റുക എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ്. ഓം നമ ശിവായ. സർവ പാപ വിധ്വംസകായ നമ. ഓം നമ ശിവായ. അവരടിച്ചു. പതിയിൽ ഒരടി അടിച്ചു. ഫോട്ടോ എടുക്കുന്നതാണ് അയാൾ സെൽഫി എടുക്കുക. Yeah.